നമസ്കാരം, ഞാൻ കാഞ്ചന. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾ ഇന്ത്യ ഇന്റർസായി കനോയിങ് ചാമ്പ്യൻഷിപ്പ്, ആലപ്പുഴ സായി ഓവറോൾ ചാമ്പ്യന്മാർ. സീനിയർ സംസ്ഥാന ബാസ്കറ്റ്ബോൾ കിരീടം നിലനിർത്തി തിരുവനന്തപുരം വനിതകളും എറണാകുളം പുരുഷന്മാരും. കൊമ്പനെ തളച്ച് കാലിക്കറ്റ്, സൂപ്പർ ലീഗ് കേരളയുടെ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഓൾ ഇന്ത്യ ഇന്റർസായി കനോയിങ് ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ സായി ഓവറോൾ ചാമ്പ്യന്മാർ. 3 ദിവസങ്ങളിലായി സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗത്തിൽ 86 മത്സരങ്ങളാണ് നടന്നത്. ജഗത്പൂർ സായി സീനിയർ വിഭാഗത്തിലും ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിൽ ആലപ്പുഴ സായും ഓവറോൾ കിരീടം സ്വന്തമാക്കി. ഓൾ ഇന്ത്യ ഇന്റർസായി കനോയിങ് ചാമ്പ്യൻഷിപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ആലപ്പുഴ സായി ഓവറോൾ ചാമ്പ്യന്മാർ. 3 ദിവസങ്ങളിലായി 86 മത്സര ഇനങ്ങളിൽ നിന്ന് 31 സ്വർണവും 34 വെള്ളിയും 19 വെങ്കലവുമായ 463 പോയിന്റ് നേടിയാണ് ആലപ്പുഴ സായി ഓവറോൾ ചാമ്പ്യന്മാരായത്. 39 സ്വർണവും 25 വെള്ളിയും 16 വെങ്കലവുമായി 462 പോയിന്റോടെ ജഗത്പൂർ സായി 2ാം സ്ഥാനത്തും 21 സ്വർണവും 14 വെള്ളിയും 19 വെങ്കലവുമായി 293 പോയിന്റ് നേടി ഭോപ്പാൽ സായി 3ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു. സീനിയർ വിഭാഗത്തിൽ 23 സ്വർണവും 12 വെള്ളിയും 7 വെങ്കലവും നേടിയ ജഗത്പൂർ സായി 249 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. 2ാം സ്ഥാനത്തുള്ള ആലപ്പുഴ സായിക്ക് 10 സ്വർണവും 21 വെള്ളിയും 10 വെങ്കലവുമായി 215 പോയിന്റ് മാത്രമാണ് നേടാൻ സാധിച്ചത്. 155 പോയിന്റ് നേടിയ ഭോപ്പാൽ സായിക്കാണ് 3ാം സ്ഥാനം. ജൂനിയർ, സബ് ജൂനിയർ വിഭാഗത്തിൽ ആലപ്പുഴ സായി ഓവറോൾ സ്വന്തമാക്കി. ജൂനിയർ വിഭാഗത്തിൽ 13 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവും സ്വന്തമാക്കി 140 പോയിന്റോടെയാണ് ജൂനിയർ വിഭാഗത്തിലെ ഓവറോൾ നേട്ടം. 126 പോയിന്റ് സ്വന്തമാക്കിയ ജഗത്പൂർ സായി 2ഉം 94 പോയിന്റ് സ്വന്തമാക്കിയ ഭോപ്പാൽ സായി 3ാം സ്ഥാനം സ്വന്തമാക്കി. സബ് ജൂനിയർ വിഭാഗത്തിലും ആലപ്പുഴ സായി കരുത്തുകാട്ടി. 8 സ്വർണവും 8 വെള്ളിയും 3 വെങ്കലവുമായി 108 പോയിന്റ് നേടിയാണ് സബ് ജൂനിയർ വിഭാഗത്തിൽ ആലപ്പുഴ സായിയുടെ ഓവറോൾ നേട്ടം. 2ാം സ്ഥാനത്തുള്ള ജഗത്പൂർ സായിക്ക് 87 പോയിന്റ് മാത്രമാണ് നേടാൻ സാധിച്ചത്. 61 പോയിന്റ് നേടിയ STC ഹിമാചൽ പ്രദേശ് 3ാം സ്ഥാനം സ്വന്തമാക്കി. ചാമ്പ്യൻഷിപ്പിലെ വിജയികൾക്ക് സായി LNCP ഡയറക്ടർ C ദണ്ഡപാണി ട്രോഫികൾ സമ്മാനിച്ചു. ചടങ്ങിൽ സായി LNCP അസിസ്റ്റന്റ് ഡയറക്ടർ ആരതി, കേരള കനോയിങ് കയാക്കിംഗ് അസോസിയേഷൻ സെക്രട്ടറി ബീന റെജി എന്നിവർ ആശംസകൾ അറിയിച്ചു. ആലപ്പുഴ സായി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രിൻസ് ലാൽ സ്വാഗതവും പരിശീലകൻ സിജി കുമാർ S നന്ദിയും അറിയിച്ചു. കൊച്ചി കടവന്തറയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിൽ നടന്ന 68ാമത് സീനിയർ സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനെ ത്രസിപ്പിച്ച 2 ഫൈനലിൽ വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരം പാലക്കാടിനെയും പുരുഷന്മാരിൽ ആതിഥേയരായ എറണാകുളം തിരുവനന്തപുരത്തിനെയും പരാജയപ്പെടുത്തി കിരീടം നിലനിർത്തി. വനിതകളുടെ ഫൈനലിൽ KCB താരങ്ങൾക്ക് മുൻതൂക്കമുള്ള തലസ്ഥാനത്തു നിന്നുള്ള ടീം പാലക്കാടിനെയാണ് തോൽപ്പിച്ചത്. സ്കോർ 50-43. തിരുവനന്തപുരത്തിന് വേണ്ടി 12 പോയിന്റും 17 റീബൗണ്ടുകളുമായി അനീഷ ക്ലീറ്റസും 10 പോയിന്റും 9 റീബൗണ്ടുകളുമായി ശ്രീകലയുമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. കേരള പോലീസിന്റെ താരങ്ങളുമായി ഇറങ്ങിയ പാലക്കാടിനു വേണ്ടി ഐശ്വര്യ, ജയലക്ഷ്മി, ജോമി, ചിപ്പി എന്നിവർ 9 പോയിന്റുകൾ വീതവും നേടി. പുരുഷ വിഭാഗം ഫൈനലിൽ നിലവിലെ അന്താരാഷ്ട്ര താരങ്ങളായ വൈശാഖ് K മനോജും ഷാനസിൽ മുഹമ്മദും ഇല്ലാതെ ഇറങ്ങിയ എറണാകുളം ടീം ഹാഫ് ടൈമിൽ തന്നെ 35-32 മുന്നിലെത്തി. 2 3 പോയിന്ററുകളും 10 റീബൗണ്ടുകളും ഉൾപ്പെടെ 23 പോയിന്റുമായി എറണാകുളത്തിന് വേണ്ടി അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് ആന്റണി ജോൺസൺ കാഴ്ചവെച്ചത്. കൂടാതെ 15 പോയിന്റ് നേടിയ കേരള പോലീസിന്റെ സഹതാരം ഷിർസ് മുഹമ്മദിന്റെ മികച്ച പിന്തുണയും എറണാകുളത്തിന്റെ വിജയത്തിന് മാറ്റുകൂട്ടി. തിരുവനന്തപുരത്തിന് വേണ്ടി സെജിൻ മാത്യു 26 പോയിന്റും 11 റീബൗണ്ടുകളുമായി ടോപ്പ് സ്കോററായി. 3ാം സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ കോട്ടയം വനിതകൾ ആലപ്പുഴയെ 63-57 പരാജയപ്പെടുത്തിയപ്പോൾ കോട്ടയം പുരുഷന്മാർ തൃശൂരിനെ 67-52 തോൽപ്പിച്ച് വെങ്കലാധിപത്യം സ്ഥാപിച്ചു. തിരുവനന്തപുരം കൊമ്പൻസിനെ 4-1 തകർത്ത് കാലിക്കറ്റ് FC മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയുടെ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത്. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കാലിക്കറ്റിനായി മുഹമ്മദ് റിയാസ്, അബ്ദുൽ ഹക്കു, ഏണസ് ബർഫോ, ബെൽഫോർട്ട് എന്നിവരും കൊമ്പൻസിനായി ബ്രസീലുകാരൻ ഡെവി കൂനുമാണ് സ്കോർ ചെയ്തത്. 6 കളിയിൽ 10 പോയിന്റുള്ള കാലിക്കറ്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തും 6 കളിയിൽ 6 പോയിന്റുള്ള കൊമ്പൻ 4ാം സ്ഥാനത്തുമാണ്. സെനഗൽ താരം പെപ്പെ അബ്ദുല്ലായുവിനെ പ്രതിരോധത്തിലും ഖാനക്കാരൻ ഏണസ് ബർഫോയെ മുന്നേറ്റ നിരയിലും അണിനിരത്തിയാണ് കാലിക്കറ്റ് മത്സരത്തിന് ഇറങ്ങിയത്. നിരന്തരം ആക്രമിച്ചു കളിച്ച കാലിക്കറ്റ് ഗാലറി നിറഞ്ഞെത്തിയ 10,000-ഓളം കാണികളെ സാക്ഷി നിർത്തി 12ാം മിനിറ്റിൽ ലീഡെടുത്തു. ഗനീനികമെടുത്ത ഫ്രീ കിക്ക് തോയ്സിംഗ് പോസ്റ്റിന് മുന്നിലേക്ക് മറിച്ചു നൽകിയതോടെ കൃത്യം പൊസിഷനിലെത്തിയ മുഹമ്മദ് റിയാസിന്റെ ഹെഡർ കൊമ്പൻസ് പോസ്റ്റിൽ അടിച്ചുകയറി. 20ാം മിനിറ്റിൽ കാലിക്കറ്റ് വീണ്ടും ലീഡ് ഉയർത്തി. ഗനീനികമിന്റെ കോർണറിന് നായകൻ അബ്ദുൽ ഹക്കുമിന്റെ ഉയർന്നു ചാട്ടുള്ള ഹെഡറിലൂടെ സ്കോർ 2-0 മാറി. ആദ്യ പകുതിയുടെ അവസാന സമയത്ത് ഒരു ഗോളെങ്കിലും തിരിച്ചടിക്കാൻ കൊമ്പൻസ് കിടഞ്ഞു ശ്രമിക്കുന്നതിനിടെ ഇഞ്ചുറി ടൈമിൽ കാലിക്കറ്റ് 3ാം ഗോളും നേടി.
ടോയ് സിംഗ് വലത് വിങ്ങിലൂടെ മുന്നേറി നൽകിയ ക്രോസ് റിയാസ് മനോഹരമായി മൈതാനത്തേക്ക് ഇറക്കി നൽകിയതോടെ ഖാനക്കാരൻ ഏനസ് ബർഫയുടെ ആംഗുലർ ഷോട്ട് ആതിഥേയരുടെ വലയിൽ പാഞ്ഞു കയറിയപ്പോൾ സ്കോർ 3-0. 46-ാം മിനിറ്റിൽ 10ാം നമ്പർ ബ്രസീൽ താരം ഡെവി കോണിലൂടെ കൊമ്പൻസ് ഒരു ഗോൾ തിരിച്ചടിച്ചു. എന്നാൽ 59-ാം മിനിറ്റിൽ ബെൽഫോർട്ടിന്റെ ഗോൾ ലീഡുയർത്തി കാലിക്കറ്റ് വിജയം സ്വന്തമാക്കി. ആദ്യ പാദത്തിൽ കാലിക്കറ്റും കൊമ്പൻസും കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ 1-1 സമനിലയായിരുന്നു ഫലം. ബുധനാഴ്ച മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ മലപ്പുറം FC ഫോഴ്സ കൊച്ചിയെ നേരിടും. കൊച്ചിയിൽ നടന്ന ആദ്യ പാദത്തിൽ മലപ്പുറം FC 2-0 ഫോഴ്സ കൊച്ചിയെ തോൽപ്പിച്ചിരുന്നു. ഇനി സ്പോർട്സ് ആൻഡ് ഷോർട്സിലേക്ക് പോകാം. കേരള ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ KOA എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V സുനിൽകുമാർ, സെക്രട്ടറി ജനറൽ S രാജീവ് തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 2 ചേർന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ മീറ്റിംഗിലാണ് ഗോൾഫ് ക്ലബ് സെക്രട്ടറി കൂടിയായ രഘുചന്ദ്രൻ നായരെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി തിരഞ്ഞെടുത്തത്. 26ാമത് കേരള സ്റ്റേറ്റ് സബ് ജൂനിയർ കിഡീസ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 26-27 തീയതികളിൽ കാസർഗോഡ് ദുർഗ HSS ഓഡിറ്റോറിയത്തിൽ നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേക്ഷണം കേരള ഒളിമ്പിക് അസോസിയേഷൻ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. കേരള ഹോക്കി സംഘടിപ്പിക്കുന്ന 9ാമത് പുരുഷ വിഭാഗം സീനിയർ സ്റ്റേറ്റ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 10 മുതൽ 13 വരെ കൊല്ലം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംരക്ഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. പാലക്കാട് നടക്കുന്ന ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് തോൽവി. 1-3 ഗോളുകൾക്ക് തമിഴ്നാടാണ് കേരളത്തെ തോൽപ്പിച്ചത്. ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് തമിഴ്നാട് ഗോവയോട് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ കേരളം ആദ്യ മത്സരത്തിൽ ഹിമാചൽ പ്രദേശിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു. മറ്റൊരു മത്സരത്തിൽ ഗോവ ഹിമാചൽ പ്രദേശിനെ എതിരില്ലാത്ത 7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.